ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. ഞാൻ ഭയങ്കര ലേസിയായിരുന്നു. I'm just feeling so sleepy. I've been waking up and sleeping again. ഇന്ന് നമുക്ക് ഒരു ലേസി സൺഡേ ആണ്. But we have some tasks to do. I have to go and pick Augie from my sister's place. I kind of miss him already. ഞാൻ ഒരു ഈവൻറ്റിന് പോയേക്കുമായിരുന്നു, വിച്ച് ഈസ് AWS സമ്മിറ്റ് മുംബൈ. ഞാനൊരു ടെക് മീഡിയയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ നമ്മൾ ഒരു കവറേജിന് പോയതാണ് അവിടെ. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഫ്രൈഡേയിൽ വന്നായിരുന്നു. ബട്ട് ഐ ഹാഡ് ടു ഗോ ടു ഓഫീസ്. സോ അങ്ങനെ അന്ന് പോകാൻ പറ്റിയില്ല അവനെ പിക്ക് ചെയ്യാൻ. ആൻഡ് യെസ്റ്റർഡേ അഗൈൻ വാസ് നോട്ട് സോ ഗുഡ്. ഐ വാസ് ഫീലിംഗ് അണ്ടർ ദ വെദർ. അങ്ങനെ ഇന്ന് പോയി അവനെ കൊണ്ടുവരണം. അങ്ങനെ അതിനു വേണ്ടി പോവാണ് ഞാൻ. സോ ടുഡേ ദ വ്ളോഗ് ഈസ് ഓൾ അബൌട്ട് ജസ്റ്റ് ഗോയിങ് ആൻഡ് പിക്കിംഗ് ഓഗി. അപ്പം വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗൈൻ. അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിച്ചിട്ട് ഓഗിയെ കാണാൻ പോവാമെന്ന് വിചാരിച്ചുകൊണ്ട് ആസ്ഥാന മടിയന്മാരുടെ ഭക്ഷണമായ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങി. സവോളയെല്ലാം ഇങ്ങനെ കുനുകുനാന്നരിയാണ്. അയ്യോ, ആ ട്രാൻസിഷൻ എങ്ങനെയുണ്ട്? എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസിലെ ഫസ്റ്റ് ട്രാൻസിഷനാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ കുറച്ച് പച്ചമുളകും സവോളയും എല്ലാം കൂടി ഇട്ട് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ടൊന്ന് നല്ല പോലെ അടിച്ചെടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. ഈ ഓംലെറ്റിന് സവാള ഇച്ചിരി കൂടുതലല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. ഐ റിയലി ലവ് ഒനിയൻ ആൻഡ് ഐ പുട്ട് എ ലോട്ട് ഓഫ് ഒനിയൻ ഇൻ ഓംലെറ്റ്സ്. അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ വെച്ച് ടോസ്റ്റ് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സോ വി ആർ റെഡി. നമ്മൾക്ക് ഓഗിനെ പോയിട്ട് പിക്ക് ചെയ്യാൻ പോവാം. ദ ക്യാബ് ഈസ് ഹിയർ. സോ ലെറ്റ് മീ ഗോ ആൻഡ് പിക്ക് ഓഗി. യാ, ഏത് പെരുന്നാൾ വന്നാലും കോഴിക്ക് ഉറക്കമില്ല, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലില്ലേ? അതാണ് ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൻ്റെ അവസ്ഥ. വെദർ ഇറ്റ് ഈസ് എ സൺഡേ, മൺഡേ ഓർ ഫ്രൈഡേ, ഡസൻറ്റ് മാറ്റർ വെദർ ഇറ്റ്സ് മോർണിംഗ് ഓർ ഈവനിങ്. ഏത് ടൈമിലാണെങ്കിലും ട്രാഫിക് നമ്മളുടെ കൂടെ പിറപ്പാണ്. അങ്ങനെ നമ്മൾ ട്രാഫിക്കും താണ്ടി വൈറ്റ് ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം മൊത്തത്തിലൊരു താർ റോക്സ് മയം. ബ്ലാക്ക് കളർ താർ റോക്സ് അതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ആ ഇറങ്ങിയ ഓപ്ഷനിലെ എല്ലാ കളേഴ്സിൽ നിന്നും ബ്ലാക്കാണ് ഇഷ്ടപ്പെട്ടത്. 3 ഡോറാണോ 5 ഡോറാണോ എന്ന് നല്ലത് എന്നുള്ള ഡിബേറ്റ് ഒരുപാട് നടക്കുന്നുണ്ടല്ലോ ഇപ്പം. എനിക്കെന്തുകൊണ്ടോ 5 ഡോർ ഇഷ്ടപ്പെട്ടു. 3 ഡോർ ഓഫ് കോഴ്സ് ക്ലാസ്സിയാണ്, ഒതൻറ്റിക് ആണ്. 5 ഡോർ കുറച്ചും കൂടെ ഫാമിലി ഫ്രണ്ട്ലി ആണ്. കുറച്ചും കൂടെ ഫെസിലിറ്റീസും കംഫർട്ടും എല്ലാം 5 ഡോറിൽ കൂടുതലാണ്. ഒബിയസ്ലി ടോപ്പ് റേഞ്ചിലാണ് ഈ ഫെസിലിറ്റീസൊക്കെ ഉള്ളതെങ്കിലും ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് SUVs ഇൻ ബഡ്ജറ്റ് ഐ വുഡ് സേ. ഒരു വൈറ്റ് താറും കൂടെ പോകുന്നത് കണ്ടോ? അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മളിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ഓഗീനെ പിക്ക് ചെയ്യാനാണല്ലോ. അതിനിടയിൽ ഈ താർ റോക്സിന് എന്താ കാര്യം? അങ്ങനെ ഞാൻ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി. വി ജസ്റ്റ് knock the door, waiting for the door to be open so we can finally meet Augie after 4-5 days. ഹലോ ഓഗി, വഴിയിൽ എന്നെ കളഞ്ഞിട്ട് പോയി ലേഡി എന്നും പറഞ്ഞുള്ള പരാതി പറയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. വഴിയിലല്ല, സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ അവനെ വിട്ടിരുന്നത്. ഒബ്വിയസ്ലി എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് വരുന്നത്, വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഒന്നെങ്കിൽ സിസ്റ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് പേരൻസിൻ്റെ കൂടെയാണ് ഓഗീനെ വിടാറ്. അങ്ങനെ അതവനൊരു ശീലമാണ്. എന്നാലും എല്ലാ ടൈമും തിരിച്ചു വരുമ്പോൾ ഹീ ഈസ് റിയലി എക്സൈറ്റഡ് ടു സീ മീ. ആ ചാട്ടമൊക്കെ കഴിഞ്ഞ ആൾ നല്ല ടയേർഡായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് ഉറങ്ങിയാൽ കൊള്ളത്തില്ലല്ലോ. ഐ വോക്ക് ഹിം അപ്പ്
ഞങ്ങൾ തമ്മിൽ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് ആണ് ഉള്ളത്, rather than mother son kind of a relation which normally people have. And I think that's what makes our friendship very special. And isn't he such a cute? Da പിന്നെയും എന്തൊക്കെയോ ചൂസ് ചെയ്തുകൊണ്ട് ആൾ കിടക്കുന്നുണ്ടായിരുന്നു. സോ വി സ്പെൻഡ് സം ടൈം ടുഗെദർ വിത്ത് സിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ തിരിച്ചു പോകാനായിട്ട് റെഡിയായി. You guys have seen my sister in the previous vlogs, right? She said bye. അങ്ങനെ പുറത്ത് പോവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഓഗിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ധൃതിയായി. ലീഷ് എടുത്ത് പിന്നെയും കയ്യിൽ തന്നിട്ട് ബാ നമുക്ക് പോവാം, എനിക്കിവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് ബഹളമായി. സിസ്റ്ററിനോട് ബായ് പോലും പറയാൻ അവൻ റെഡിയല്ല കേട്ടോ. ഹി ജസ്റ്റ് ലവ് ടു ബി ഔട്ട്ഡോഴ്സ്. അതിപ്പോൾ ആരാണ് പോകുന്നത് അയാളുടെ പുറകിന് പൊക്കോളും, ഞാൻ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ വിളിച്ചാലും ചിലപ്പോൾ അവൻ കൂടെ ഇറങ്ങി വന്നേക്കും. ഓക്കെ, എനിവേസ് നമ്മളങ്ങനെ ബായ് പറഞ്ഞ് സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ഓഗിയും കൊണ്ട് പുറത്ത് പോകുന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നത് റാപ്പിഡോയുടെ പെറ്റ് ഓട്ടോ ആണ് കേട്ടോ. സാധാരണ ഓട്ടോയെക്കാട്ടിലും ഒരു ഇച്ചിരി പ്രൈസ് കൂടുതലാണെങ്കിലും ഇറ്റ് ഈസ് എ വെരി ഈസി കമ്മ്യൂട്ട് ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹാവ് എ വെഹിക്കിൾ ആൻഡ് യു നീഡ് ടു ട്രാവൽ അലോങ് വിത്ത് യുവർ പെറ്റ്. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ്, ഈസിലി അവൈലബിൾ ആണ്. ആൻഡ് പ്രൈസ് ഐ തിങ്ക് പെറ്റ് ടാക്സീസിനെക്കാട്ടിലും ഒക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആൻഡ് ദിസ് ഈസ് എ ക്വിക്ക് ഓപ്ഷൻ ആസ് വെൽ. And he always loved going for a rickshaw ride. അങ്ങനെ ആ ഒരു റിക്ഷ റൈഡ് അല്ല ഡ്രൈവ്, അതോ റൈഡോ നിങ്ങൾ പറ, റിക്ഷ ഡ്രൈവ് ആണോ റൈഡാണോ? ഇനി വിച്ച് വേസ് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 1.5 ഉറക്കം ഉറങ്ങി. അത് ഉറങ്ങി എഴുന്നേറ്റപ്പം ഈവനിങ് ആയപ്പോൾ പിന്നെ എന്നാൽ നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. I am not a regular coffee drinker, but whenever I feel like having a coffee, ഇതുപോലെ പതിപ്പിച്ചെടുത്ത് ഒരു കോഫി കുടിക്കുന്നത് ഒരു വല്ലാത്ത സുഖമാണ് കേട്ടോ. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കിന് സൺസെറ്റായി. അത് കഴിഞ്ഞൊരു രാത്രിയാവാൻ തുടങ്ങി. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹെക്ടിക് വീക്ക് ഫോർ മീ. ഒരുപാട് ടാസ്ക് ഉണ്ട് നമുക്ക് ഈ വീക്കിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി. ആ ഒരു വീക്കിന് വേണ്ടി നമ്മളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അഗർബത്തിയൊക്കെ വെച്ച് പോസിറ്റീവ് വൈബ് എടുക്കാമെന്ന് വിചാരിച്ചു. അഗർബത്തി പോസിറ്റീവ് വൈബ് തരുമെന്നാണല്ലോ കാരണവന്മാർ പറയുന്നത്. ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടെ ഞാൻ എൻ്റെ ഈ ഒരു മിനി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. I hope you are enjoying the journey with me on Mallu maybe. This is Alisha signing off. I wish you all a great week ahead. Lots of love. Bye bye.